ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചന്ദ്രിക. എല്ലാവർക്കും ചന്ദ്രൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ എൻ്റെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മിക്കവയും പെട്ടെന്ന് വളരുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് നശിച്ചു പോകുന്നവയാണ് കുറേയൊക്കെ. പക്ഷേ എനിക്കിപ്പോൾ അടുത്ത കാലത്തായി ഞാൻ കുറച്ച് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാന്റ്സ് എനിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും ആ പോട്ടിൽ കുറേ കാലം ഫ്രഷായി നിൽക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ ആ ചെടികളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് വാണ്ടറിങ് ജൂവിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ്. കുറച്ച് വയലറ്റ് ഷെയ്ഡ് കുറച്ച് കൂടുതലായിട്ട് മറ്റ് കളേഴ്സൊന്നും അധികം കാണാത്ത ഒരു പ്ലാന്റാണിത്. നല്ല ഭംഗിയുണ്ട്. ഇത് പോട്ടിൽ നിറയെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് വാട്ടറിങ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിനൊരു ക്ഷീണം കാണും. ഷെയ്ഡ് ലവിങ് പ്ലാന്റാണിത്. പൊതുവെ അധികം വെയിൽ വേണ്ട, രാവിലത്തെ ഇളം വെയിൽ മാത്രം കൊള്ളിച്ചാൽ മതിയാവും. നല്ല വളർച്ചയ്ക്ക് ആ ഇളം വെയിൽ നല്ലതുമാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ വളരെ ഈസിയാണ്. ചെറിയൊരു കട്ടിങ്സും നട്ടാൽ തന്നെ ഇതാവും. ഇതിൽ കണ്ട ഇതിപ്പോൾ നിറയെ വേരുകൾ വന്നിട്ടുണ്ട്. ആ വേരിൻ്റെ അടുത്ത് നിന്ന് പൊട്ടിച്ചിട്ട് നട്ടാൽ തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളരും. പിന്നെ അധികം കെയറൊന്നും വേണ്ടാത്ത ഒരു പ്ലാന്റാണ്. നല്ലൊരു പോട്ട് മിക്സിൽ നട്ടാൽ തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ട് പോട്ട് നിറഞ്ഞു വരും. ഇത് കണ്ടോ, ഹാങ്ങിങ് ആക്കാൻ വളരെ നല്ലൊരു പ്ലാന്റാണ് ഇത്, ബോസ്റ്റൺ ഫേൺ. ഇത് അധികം ആൾക്കാർ അധികം വെക്കാറില്ല ഇത്, കാരണം ഇതിനെപ്പറ്റി അറിയില്ല. കാരണം ഇത് ഹാങ്ങിങ് ആക്കാൻ പറ്റിയ പ്ലാന്റാണെന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഇതിങ്ങനെ നല്ല ഫ്രഷായിട്ട് ഇതിങ്ങനെ പോട്ടിൽ, എത്ര വലിയ പോട്ടിൽ നടന്നോ അത്രയും നല്ലതാണ്. അത്രയും വലിയ പോട്ടിൽ നിറഞ്ഞാൽ ഇത് നിറയെ ആ പോട്ട് നിറഞ്ഞു വരും. ചെറിയ പോട്ടിലാണെങ്കിൽ ആ പോട്ടിൽ അങ്ങനെ ഒതുങ്ങി വളരും. അതാണ് ഇതിൻ്റെ ശീലം. ശരിക്കും നല്ലൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റാണ്. വെയിൽ, ഈ ഇളം വെയിലല്ലാണ്ട് കടുത്ത വെയിൽ ഇതിന് താങ്ങാൻ പറ്റൂല. ഇതിൻ്റെ ഇലകളെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. പിന്നെ വാട്ടറിങ്ങും, നല്ല കൃത്യമായ വാട്ടറിങ്ങും കൃത്യമായിട്ടുള്ള സൺലൈറ്റുമാണ് ഇതിനാവശ്യം. എന്നാലേ ഇത് ഹെൽത്തി ആയിട്ട് വളരുള്ളൂ. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ പോട്ടിൽ ഓരോ തൈ നട്ടാൽ തന്നെ ഇത് നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് വരും. ഇത് കണ്ടോ, റോഹിയോ പ്ലാന്റ്. ഇത് നമ്മൾ വളരെ അശ്രദ്ധമായിട്ട് വെക്കുന്ന ഒരു പ്ലാന്റാണ്. അത്രയൊന്നും കെയറൊന്നും വേണ്ടാത്തതുകൊണ്ട് ആരും ഇതിന് അത്ര ഒരു ശ്രദ്ധിക്കാത്തൊരു പ്ലാന്റാണ്. പക്ഷേ ഇത് ഹാങ്ങിങ്ങിൽ വെച്ചപ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇതിന് ഞാൻ നേരാവണ്ണം വെള്ളം ഒഴിക്കാറില്ല, ഒരു വളവും കൊടുക്കാറില്ല, ഒന്നും കൊടുക്കാറില്ല. ശരിക്കും ഒരു 1.5 വർഷത്തോളമായി ഈ പോട്ടിൽ ഇതിങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇത്. അതാണ് പറഞ്ഞത്, നമ്മൾ ഇങ്ങനത്തെയൊക്കെ പ്ലാന്റാണ് ശരിക്കും നമ്മൾ വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കുറേ കാലം അങ്ങനെ വലിയൊരു മെയിൻ്റനൻസ് ഒന്നും ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ നല്ല വെയിൽ കൊണ്ടാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് കടുത്ത വെയിലൊന്നും ഇതിന് താങ്ങാൻ പറ്റില്ല. പിന്നെ ഡെയിലി വാട്ടറിങ് ചെയ്താൽ ഇത് നല്ല ഫ്രഷായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഇലകളൊക്കെ ഒരു കരിച്ചിൽ വരും. അപ്പോൾ അതെടുത്ത് കളഞ്ഞാൽ മതി. 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഇതിന് വെള്ളം കൊടുക്കേണ്ടതാണ്. ഇത് കേട്ടോ, മറ്റൊരു ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് പ്ലാന്റ്. ഇത് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇത്രയും ഹെൽത്തി ആയിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇതൊന്നുകൂടി നന്നായി. ഇത് ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു 5-6 മാസമായി. പക്ഷെ അതേ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും ഉണ്ട് ഇതിന്. ഇതിൻ്റെ ഇലയിൽ കണ്ട ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട് ഇതിന്. ഇതിന് ഒരു വളവും ഞാൻ ചേർത്തിട്ടില്ല ഇതുവരെയും. ഞാൻ കൊണ്ടുവന്നതിന് ശേഷം ഒരു വളം ചേർത്തിട്ടില്ല. പക്ഷേ വെള്ളം ഞാൻ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇത് ആ ഒരു ഫ്രഷ്നെസ് എപ്പോഴും കുറേ കാലത്തേക്കെങ്കിലും ഇത് ഫ്രഷ്നെസ് കീപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. ഇടയ്ക്കിടയ്ക്ക് റീപ്ലാന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലൊരു കുഞ്ഞു പൂവുണ്ട്, ഇത് കണ്ട, ചെറിയൊരു പൂവ് ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയുകയാണെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇട്ടാൽ നല്ലതായിരുന്നു. ഞാൻ കുറേ അന്വേഷിച്ചു, പക്ഷേ ആരും ഇതിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പ്ലാന്റാണിത്. ഇതിപ്പോൾ മിൻറ്റിൻ്റെ ഫാമിലിയിൽപ്പെട്ട നല്ലൊരു ക്രീപ്പർ പ്ലാന്റാണിത്. ഇതിൻ്റെ പേര് ക്രീപ്പിംഗ് ചാർലി എന്നാണ് അറിയപ്പെടുന്നത്. പല പേരുകളും ഉണ്ട് ഇതിന്. ഇത് കൂടുതലായിട്ടും ക്രീപ്പിംഗ് ചാർലി എന്നാണ് എല്ലാവരും ഇതിന് പറയുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് കുറേ കാലം അങ്ങനെ ഹെൽത്തി ആയിട്ടും ഫ്രഷായിട്ടും നമ്മളെ പോട്ടിൽ ഇങ്ങനെ ഇത് കിടക്കും. നമുക്ക് വലിയ ടെൻഷൻ വേണ്ട ഇതിനെക്കുറിച്ചിട്ട്. അങ്ങനെ നട്ടു കൊടുത്താൽ മതി. പിന്നെ ഡെയിലി അങ്ങ് വെള്ളം ഒഴിക്കുക. കാരണം
പിന്നെ ഇതിന് വെള്ളം കുറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്കൊരു ഒരു നല്ലൊരു പച്ച കളറാണല്ലോ ഇതിനുള്ളത്. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇതിൻ്റെ ഇല ഒരു വളർച്ച ബാധിച്ച പോലെ ഉണ്ടാവും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിന് വെള്ളത്തിൻ്റെ ആവശ്യം, ഉടനെ അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. അല്ലെങ്കിലും ഇതിൻ്റെ പോട്ടിങ് ഈ പോട്ടിംഗ് മിക്സ് ഉണ്ടല്ലോ, ഇത് ഡ്രൈ ആവുന്നതിന് മുമ്പേ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഡെയിലി അങ്ങ് വെള്ളം വേണം ഇതിന്, അതാണ് ഇതിൻ്റെ ഒരു സ്വഭാവം. ഇല്ലെങ്കിൽ ഇത് ഒരു വൃത്തി ഉണ്ടാവില്ല, പ്ലാന്റ് ക്ഷീണം പിടിച്ച പോലെ ഉണ്ടാവും, ഇലകളുടെ ഭംഗിയും തിളക്കവും ഒക്കെ നഷ്ടപ്പെടും. ശരിക്കും പറഞ്ഞാൽ നന്നായി മെയിൻറ്റെയിൻ ചെയ്താൽ കുറേ കാലം നല്ല ഭംഗിയോടെ നമുക്ക് നമ്മളെ ഹാങ്ങിങ് കൊണ്ടുപോകാൻ പറ്റും. കണ്ടോ, ഇത് ഈയിടെ എൻ്റെ കയ്യിൽ വന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് പ്ലാന്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല, ഞാൻ വിചാരിക്കുന്ന ഒരു ബേബി ടിയേഴ്സ് എന്നോ മറ്റാണോ പേരെന്ന് എനിക്കൊരു സംശയം, പക്ഷെ എനിക്കത് കൺഫേം ആക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നല്ല ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിനും അങ്ങനെ തന്നെ നല്ലോണം വെള്ളത്തിൻ്റെ കാര്യം കുറച്ച് ശ്രദ്ധിക്കണം. വെള്ളമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. ഡെയിലി വെള്ളം വാട്ടറിങ് ആവശ്യമാണ്. അധികം സൺലൈറ്റിലൊന്നും വെക്കാണ്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ എന്താ, കട്ടിങ്സ് വെച്ചാൽ തന്നെ ഇത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ച ക്രീപ്പിംഗ് ചാർലിയൊക്കെ പ്രൊപ്പഗേഷൻ അതിൻ്റെ കട്ടിങ്സാണ്. ഞാൻ കാണിച്ച എല്ലാ പ്ലാന്റ്സിനും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കട്ടിങ്സ് വെച്ചിട്ട് തന്നെ. ഇതും അങ്ങനെ തന്നെ. ഇതിൻ്റെ ചെറിയൊരു കട്ടിങ്സ് വെച്ചാൽ തന്നെ നന്നായിട്ട് ഇത് വന്നോളും. പിന്നെ ഒന്നിന് പകരം ഒരു 3-4 കട്ടിങ്സ് വെച്ചാൽ പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ടാവും, പെട്ടെന്ന് പോട്ട് നിറയും. ഇനി ഞാൻ നിങ്ങളെ ഇതും കൂടി കാണിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് ഞാൻ ചിരട്ടയിൽ നട്ട അന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് ഇത്രയും ചെറിയ ചിരട്ടയിൽ ഇത് നന്നാവുമോ എന്നുള്ള സംശയമായിരുന്നു. അപ്പോൾ ഇത് കണ്ട, ഇത് ആ സമയത്ത് ഞാൻ നട്ട ഹാങ്ങിങ്ങിൻ്റെ കട്ടിങ്സാണ് ഇതെല്ലാം. കണ്ട, ഇപ്പോൾ എല്ലാം അതാ ഈ കലേഡി അടക്കം ഇത് നല്ല നന്നായി വന്നിട്ടുണ്ട്. നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയിൽ ഇത് നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇനി വീണ്ടും കുറേ ചിരട്ടയിൽ ഇതുപോലെ കുറച്ച് വലിയ ചിരട്ട വേണമെന്നേ ഉള്ളൂ, അതിൽ നടാൻ പോവുകയാണ്. എല്ലാം നല്ല ഹെൽത്തിയായി വന്നിട്ടുണ്ട്. ശരിക്കും ഇതിന് എല്ലാവരും എന്നോട് കുറേ ആൾക്കാർ ഇത് പ്ലാന്റ് തരുമോ, ഇത് പ്ലാന്റ് അടക്കം ഈ പോട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വളരുന്നതും പെട്ടെന്ന് നശിക്കുന്നതുമായ ചെടികൾ സെലക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു കുറച്ച് സ്ലോ ഗ്രോത്ത് ആണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടില്ല, കുറച്ച് ലൈഫുള്ള ചെടികൾ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ നല്ലൊരു വളവും ഒക്കെ ചേർത്ത് നല്ല പോട്ട് മിക്സിലാണ് ഈ ചെടികൾ നടുന്നത്. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ച് ചെടികൾ സെലക്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. Thank you for watching my video.